അയ്യോ, ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജിന്റെ അടുത്ത പടവാ. ബേസിൽ ജോസഫ് ഒക്കെ കൂടെ എന്തൊക്കെയോ കോമഡി കാണിക്കുന്നു. അയ്യോ, ഇങ്ങനെ തിയേറ്ററിൽ കയറുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ 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 ഇരിക്കുമായിരിക്കും ചിരിച്ചുകൊണ്ട്. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല ഇതിന് ചിരിക്കാൻ. എന്തുവാടേ, അയ്യേ. കുറെ അതിന്റെ മ്യൂസിക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് ഹിന്ദി പടമുണ്ട്. ഇങ്ങനെ പഴയ ബ്രാഡാടി ചെയ്തൊരു ഫോർമാറ്റിലാന്ന് തോന്നുന്നത് വരുന്നത്. പൃഥ്വിരാജ് ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ഇതൊക്കെ കാണാനാളുണ്ട്. സീരിയലിനൊക്കെ മെച്ചമല്ലേ? അപ്പൊ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന അവധിക്കാലത്ത് വല്ലതും കൊണ്ട് ഇറക്കുവാണെങ്കിൽ ഈ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തിയേറ്റർ ചെയ്തിട്ട് വാവ് സൂപ്പർ, സീരിയലിനേക്കാളൊക്കെ ഉഗ്ര സിനിമ എന്നൊക്കെയുള്ള രീതി കണ്ടിട്ട് പൊക്കി അടിക്കുമായിരിക്കും. പിന്നെ ഇതിന്റെ പടത്തിനല്ലേ എൻ്റെ കല്യാണത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ഇടി കിട്ടിയത്. ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ദുരിതമൊക്കെയാണ് സിനിമ. അതിന്റെ പുറകെ ചിലപ്പോൾ ശമ്പളം ചോദിച്ചതിന് അടി. അവർ പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അവസാനമായപ്പോൾ അത് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകാർ പ്രശ്നം ഉണ്ടാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണേലും പടം കണ്ടിട്ട് ഒരുമാതിരി അയ്യോ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളെന്ന് പറഞ്ഞ് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യടേ? ചിരിക്കാതിരിക്കാൻ പറ്റുമോ? തിയേറ്ററിൽ കാശ് കൊടുത്ത് കയറിയവർ അങ്ങനെ കയറുമ്പോഴേ ഇങ്ങനെയായിരിക്കും ചെല്ലുന്നത്. ഓരോ സീനെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ ആക്കാൻ പറ്റുമായിരിക്കും. കിണിക്കണമായിരുന്നു. കോമഡി കാണിക്കുന്ന കാണണം. ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? ഇവർക്ക് പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്തോന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അതിന്റെ ട്രെയിലർ തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. തിയേറ്ററിലൊക്കെ പോയി ആൾക്കാർ എങ്ങനെ ഇത് മുഴുവൻ സഹിക്കുമെന്നാണ് മനസ്സിലാവാത്തത്. ഭയങ്കരം തന്നെ. ഈ പേഷ്യൻസ് ഒന്നും മനുഷ്യർക്ക് റോഡിൽ കാണുന്നില്ല, വേറൊരു ജീവിതത്തിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല. ഇവർക്ക് തിയേറ്ററിലൊക്കെ പോയി പേഷ്യൻ്റായിട്ടിരിക്കുക, പേഷ്യൻസോട് കൂടി പടങ്ങാം. പേഷ്യൻ്റ് പറ്റും, അങ്ങനെ പറയാൻ കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ എന്താണേലും അങ്ങനെ ഇരിക്കാൻ തിയേറ്ററിൽ മാത്രമേ പറ്റുന്നുള്ളൂ. ക്ഷമയോട് കൂടി 2.5 മണിക്കൂർ. ഇവിടെ നിങ്ങൾ റോഡ് ഇറങ്ങുമ്പോഴും ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടേ. തിയേറ്ററിൽ മാത്രമല്ല കാശ് കൊടുക്കുന്നത്, എല്ലായിടത്തും ഉണ്ട് ഇത്. എന്നിട്ടാ പിന്നെയും കിടന്നുകൊണ്ട് അലമ്പ്. റോഡിലൊന്നും ഇത്ര അലമ്പുണ്ടാക്കരുത്. തിയേറ്റർ സിനിമ കാണാൻ പടം കാണാൻ കയറിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സിനിമ വരുന്നുണ്ട്. ഇത് OTT റിലീസ് വല്ലതാണ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ കയറിയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. 2.5 മണിക്കൂർ ഈ ചളി, പിന്നെ ഒരു ചെറിയ ട്വിസ്റ്റോ വല്ലതും കാണുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടേ കൊള്ളാം. അങ്ങനത്തെ അളിഞ്ഞ ചളി തമാശയൊക്കെ കേട്ട് മനഃപൂർവ്വം ചിരിച്ച് ഒരു എക്സസൈസ് ചെയ്യണം. ചിരി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. അതിനകത്ത് ട്രെയിലർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി പറയണ്ട. പിന്നെ പൃഥ്വിരാജൊക്കെ ആയതുകൊണ്ട് പിന്നെ അഭിനയിക്കുന്നതൊക്കെ കാണണം. അയ്യോ ഭയങ്കര രസം. എന്നിട്ട് അറബിയെ കൊണ്ട് എങ്ങാണ്ട് പറന്ന് പറയിക്കുന്നതൊക്കെ ഭയങ്കര കോമഡി. എന്താണേലും കൊള്ളാം. ഒരു ഊള ട്രെയിലർ.